മൂന്നാല് സിഗരറ്റ് ഞാൻ അടിച്ചു മാറ്റി. ഫുള്ള് പുക പുകയെല്ലാം കൂടെ വലിച്ചിട്ട് എന്നെ ഫുള്ളും പറഞ്ഞു കുടിക്കോ. ഇനി പുക നമുക്ക് റൗണ്ട് ഷീറ്റിൽ വിടാം. അങ്ങനെ 3 സിഗരറ്റും തീർന്നു. കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ പോയി. ഒരു ഒരിക്കലും എൻ്റെ മുഖത്തേക്ക് വെച്ചിട്ടുണ്ടെന്നറിയാം. ഒരു വനിതാത്ത. ഹലോ സ്നേഹം, അത് മാർക്ക് ഓർമ്മയുണ്ടോ എന്നെ എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ പറയാം. എൻ്റെ മാമക്ക് മൊത്തം 4 പെൺകുട്ടികളാണ്. അതിനകത്തെ മൂത്ത 2 പേര് അനു, കുഞ്ഞ. ഓക്കെ, ശരിക്കുള്ള പേര് ഞാൻ പറയുന്നത് ഇത്രയും മതിയല്ലോ. അപ്പോൾ ഞാൻ എന്തെല്ലാം കുരുത്തക്കേട് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഇവളുമാർ 2 പേരും എല്ലാപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ അത് അവരായിട്ട് കുരുത്തക്കേട് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നതിനെ എല്ലാത്തിനും ഞാൻ അവരെ വിളിച്ചെന്ന് പോകുന്ന. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം അവളുമാരുടെ വാപ്പ, അതായത് എൻ്റെ മാമ, ഇങ്ങനെ തീവണ്ടി പോലെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഫുള്ള് പുക. അപ്പോൾ ഇങ്ങനെ മാമ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ വലിച്ചു നടക്കുന്നത് ഇതിനകത്ത് എന്തോ ഇത്ര വലിയ കിക്കുള്ള പരിപാടി എന്ന് അറിയാനായിട്ട് ഞാൻ ചുമ്മാ മാമാൻ്റെ മുന്നിൽ കയറി മാമാൻ്റെ ഒരു 3-4 സിഗരറ്റ് ഞാൻ അടിച്ചു മാറ്റി. എന്നിട്ട് ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ ചെറുതാട്ടോ, ഭയങ്കര ചെറുതാണ്. എത്ര വയസ്സ് എനിക്കിങ്ങനെ ഒരുപാട് കുരുത്തക്കേടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏതൊക്കെ പ്രായത്തിലായി ഏതൊക്കെ ചെയ്തെന്ന് ഓർമ്മയില്ല. അത് ഡയറി ഇങ്ങനെ എഴുതി വെക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ മാമാൻ്റെ ഈ ഒരു 3-4 സിഗരറ്റ് ഞാൻ വെക്കി. അതുകൊണ്ട് ഒരു അന്ന് തറവാട്ടിൽ അടുപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ അടുപ്പിലെ അവിടെ കത്തിക്കുന്ന തീപ്പൊട്ടി എടുത്തിട്ട് പുറത്തത്തെ ബാത്റൂമിൽ പോയിട്ട് ഇതെന്താ സംഭവം നമുക്കറിയുന്നത്, എന്താ ഇത്ര കിക്കുള്ള നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുമുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആവശ്യമുള്ള സാമൂതിരികളൊക്കെ ആയിട്ട് പുറത്തെ ബാത്റൂമിൽ പോയി. അപ്പോൾ ഇപ്പോൾ മനെ വിളിച്ചിട്ടുണ്ട്. ഞാനന്ന് ഒറ്റയ്ക്ക് പോയതേ. അപ്പം ഒറ്റയ്ക്ക് പോയിട്ട് ഞാനിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വയറ് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് വലിച്ചൊക്കെ നോക്കിയെന്ന് സംഭവം എന്ന് അറിയാണ്ട്. അപ്പം എങ്ങനെയാണ് വലിക്കട്ടെന്നൊന്നും അറിയില്ല. ചുമ്മാ ഇതിങ്ങനെ വായിലേക്ക് പുകയെല്ലാം കൂടെ വലിച്ചിട്ട് എന്നിട്ട് ഫുള്ളും പറഞ്ഞു കുടിക്കുക. ഇരുത്തി വലിക്കാനോ അങ്ങനെയൊന്നും അറിയില്ല, എന്താ സംഭവം ഒന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, ഇപ്പോൾ പോകുന്നു. ഇനി പോകാൻ നമുക്ക് റൗണ്ട് ഷീറ്റിൽ വിടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പഠിക്കാനായിട്ട് കുറേ ട്രൈ ചെയ്യുന്നു. അങ്ങനെ 3 സിഗരറ്റും തീർന്നു. ഞാൻ ഇടക്കിടക്കിടക്ക് ബാത്റൂമിൽ കയറുന്നത് ഇവളുമാർ 2 പേര് ശ്രദ്ധിച്ച്. അപ്പം ഇവളുമാർ ചോദിച്ച് ഇത്താത്ത എന്തിനും ഇത്താത്ത ഇടക്കിടക്ക് ആ ബാത്റൂമിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അറിയണം എന്ന് വെച്ചിട്ട് ഇവളുമാർ അറിയണമെന്ന് പറഞ്ഞല്ലേ അറിയിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നാവാ ഒരു സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാമാൻ്റെ റൂമിൽ പോയി ഈ സംഭവം എടുത്ത് ഞങ്ങൾ 3 പേരും കൂടി അവന്മാരന്ന് എന്നെയൊക്കെ ചെറുതാക്കും. ഞങ്ങൾ 3 പേരും കൂടെ പുറത്തെ ബാത്റൂമിൽ പോയി. അത് ഞങ്ങൾ 3 പേരും കിട്ടുമ്പോട്ട് ഇതിങ്ങനെ കക്കിക്കുന്നു വലിക്കുന്നു. ഇങ്ങനെ അപ്പം ഇവന്മാർ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഇതിപ്പോൾ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ മുറ കുടിക്കളഞ്ഞാണ്. അപ്പോൾ ഇവർ ജസ്റ്റ് വലിച്ചപ്പോൾ തന്നെ ചുമക്കാനൊക്കെ തുടങ്ങി. ഞാനൊക്കെ ചുമക്കാനും എനിക്ക് അറിഞ്ഞു കിട്ടോ. ഇവന്മാരിങ്ങനെ ചുമക്കാൻ തുടങ്ങി. ഇവരും ചുമക്കാനെ ഇങ്ങനെ അതിർത്തേക്ക് എടുക്കാൻ പറഞ്ഞു, ജസ്റ്റ് വായിൽ മാത്രം അതിങ്ങനെ ഊതിക്കളയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കിട്ടോ. എന്നിട്ട് ഇവന്മാർ ഇത് കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ പോയി. അത് പിറ്റേ ദിവസമായപ്പോഴേക്കും അന്ന് ഞാൻ ഈ സിഗരറ്റിൻ്റെ പാക്കറ്റ് നോക്കി മാമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം നടന്നില്ല. അപ്പോൾ അന്ന് രാത്രി ആയപ്പോഴേക്കും ഈ ലോഡ് ഷെഡിങ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വല്ലുപ്പാനെ ഞാൻ വിളിക്കുന്ന വാപ്പാണ്. ഞങ്ങളെല്ലാവരും വിളിക്കുന്ന വാപ്പാണ്. വാപ്പ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. വാപ്പ ഈ കറണ്ട് പോയ സമയത്ത് കുഞ്ഞാൻ്റെ അടുത്തും എൻ്റെ അടുത്തും ചെന്നിട്ട് എന്തോ ചോദിച്ചപ്പോൾ ഇവളുമാരും മൊത്തം പൊട്ടിയിട്ട് അതെ ഇത്താത്ത ഉണ്ടല്ലോ, ഇത്താത്ത ഞങ്ങൾക്ക് സിഗരറ്റ് വന്നു. എന്നിട്ട് ഞങ്ങളോട് വലിക്കലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വലിപ്പിച്ചു എന്നൊക്കെ ഈ പട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പം അവന്മാരിത് ഈ കറണ്ട് പോയിരിക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് വീടാട്ടോ ഞങ്ങളുടെ തറവാടും ഞങ്ങളുടെ വീടും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ താഴാറ്റവും ഇവളുമാരിങ്ങനെ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇവളുമായി ഞാൻ ഇങ്ങനെ ഇവളുമാരിത് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് വലിപ്പിച്ചു. അപ്പോൾ പുറത്ത് ഞാൻ ഇവളുമാരിങ്ങനെ ആ പുറത്തെ പാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരു കാര്യത്താത്ത ഒരു വനിതായത്താത്ത അങ്ങ് പറഞ്ഞിട്ട് വളരെ നടന്നു ഞാനിങ്ങനെ മയിലിനെ പോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെന്തേ പറയും ഇങ്ങനെ എല്ലാം പറഞ്ഞു മതി. താത്ത എവിടെ എടുത്തുന്നതെന്ന് പറയൂ. കുഞ്ഞാപ്പാന്റെ മുറിയുന്ന കുഞ്ഞാപ്പാന്റെ പുറന്ന് കുഞ്ഞാപ്പാന്റെ മേശപ്പുറത്ത് ഇത് തിരിച്ചതേപോലെ അങ്ങനെ എങ്ങനെയാണോ പാക്കറ്റിരുന്നോ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി എല്ലാം കുത്തിക്കൊടുത്തേ. അപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിക്കും ഓക്കെ വാപ്പ അവിടെ എന്താ സംശയ നിവാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അടുത്തത് ഞാൻ എന്നെ പൊക്കും. അപ്പോൾ വാപ്പ നേരെ വരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കുന്നു നീ സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ അവന്മാരെപ്പോലെ വലിപ്പിച്ചോ അല്ലെങ്കിൽ നീ വലിച്ചായിരുന്നു എവിടെ നിന്ന് കിട്ടി സിഗരറ്റ് മാമാൻ്റെ ഫോണിൽ അല്ല മാമാൻ്റെ റൂമിൽ നിന്ന് എന്തെടുത്തു ഇങ്ങനെയൊക്കെ ശ്രമിക്കും. അപ്പോൾ നേരത്തെ എല്ലാം കണ്ടെത്താൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പോൾ വരുന്ന ടൈമിനുള്ളിൽ ഞാൻ എല്ലാ ആൻസറും ഇങ്ങനെ കണ്ടുവച്ചേക്കുവാണ്. ഓക്കെ അപ്പോൾ വന്നിട്ട് സിഗരറ്റ് പഠിച്ചു എന്ന് വെച്ചാൽ സിഗരറ്റോ അതെന്താ എന്ത് ചോദിക്കണം എന്ന് ഞാനിങ്ങനെ മനസ്സിലെ കണ്ടുവച്ചേക്കുവാ. പിന്നെ അവന്മാരെപ്പോഴും വലിപ്പിച്ചായിരുന്നു പുറത്തെ ബാത്റൂമിൽ പോയോ പുറത്തെ ബാത്റൂമോ അതെവിടെയാ എന്നും ചോദിക്കണം ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുവാ. അപ്പം വാപ്പാൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചോദ്യങ്ങൾ വന്നാലും അതിന് പറയാനുള്ള മറുപടികളൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓർഡറിലിരിപ്പുണ്ടേ. വാപ്പ വന്നിട്ട് വാപ്പ ഇപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചേ ഞാൻ ചെന്നു. എന്താ വാപ്പ ഒന്നും അറിയാത്ത പോലെ കഴിച്ചേ. അപ്പം തന്നെ വാപ്പയുണ്ടല്ലേ എൻ്റെ മുഖത്തേക്ക് ചോദിച്ചിട്ടുണ്ടെന്നറിയോ എടി ഷെർണേ ഒരു സിഗരറ്റ് ഉണ്ടാവോ എടുക്കാൻ എന്നൊരു ചോദ്യം. അതായത് മാലേ ചോദിക്കും. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ ചെയ്യുന്ന ഉത്തരവൊന്നും എനിക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല. ഒരു സിഗരറ്റ് ഉണ്ടാവും എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ആകെ എന്താ പറയാനുള്ളത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടു പറഞ്ഞാലും വാപ്പാക്ക് വേണ്ട ഉത്തരം കൂടെ കിട്ടി. ഞാനപ്പം ഈ എന്തോ പോയ അന്നാനെ പോലെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മമ്മാൻ്റെ അതായത് എൻ്റെ മദറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ മമ്മ ഉണ്ട്, അമ്മായി ഉണ്ട്, മാമയുണ്ട്, ജാക്കുണ്ട്, അനിയനുണ്ട്, ചേട്ടനനിയൻ എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ ഇടയിൽ വെച്ച് മമ്മ അടിക്കും കൈ കൊടുത്ത് ഇങ്ങനെ നോക്കുക. അത് എന്താ മമ്മ ശിവതന എന്നോട് പറയുവാണേ എൻ്റെ രണ്ട് ആമക്കളെ വളർത്താൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചിന്നും വേണ്ടും ദേ കിടക്കണേ എന്തൊരു മനസ്സിലും നോക്കി. അവൻ ഞാൻ ഒന്നുമില്ല ഒന്നും പറയില്ല. ഞാനവിടെ ചമ്മി നാറും വീഴിക്ക് ഇനിയൊന്നുമില്ല പറയാനേ. അപ്പോൾ അവളുമാരെ മാത്രം ഞാൻ ആ കൂട്ടത്തിൽ കണ്ടില്ല കേട്ടോ. ഇവൾ വരേണ്ടി വരും എവിടെ പോയി വിളിച്ചിരിക്കുന്നോ എന്തോ. എന്നിട്ട് ഞാനിങ്ങനെ ചമ്മി നിറങ്ങനെ ഇരിക്കുക. അപ്പം അമ്മ ഈ ഡയലോഗ് പറഞ്ഞതും ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു എന്നെ വളർത്താൻ അത്ര പാടുന്ന ശരിക്കും എന്നെ വളർത്താൻ അത്ര പാടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രണ്ടാമക്ക് വളർത്താനില്ല അതിനേറ്റവും കൂടുതൽ പാട് എന്തോരം തിന്നാൻ കൊടുക്കണം എന്നെ തീറ്റയായിരുന്നു. അങ്ങനെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ഒരുപാട് കഥകളിൽ വെറും നിസ്സാരം ചെറിയൊരു കഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാടുണ്ട്.